പാലക്കാട് പോളിംഗ് കഴിഞ്ഞത് മുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് മുൻനിർത്തി UDF തോൽക്കും എന്ന് പ്രചരിപ്പിക്കുന്ന അന്തം കമ്മി മാപ്രകളോടാണ് കഴിഞ്ഞ പ്രാവശ്യം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അതിനു മുമ്പ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് 78%, ചാണ്ടി ഉമ്മന് കിട്ടിയത് 72%. അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ചാണ്ടി ഉമ്മനാണ്. രണ്ടാമത് നോക്കേണ്ടത് നമ്മൾ ആദ്യം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ PT തോമസ് മത്സരിക്കുന്ന സമയത്ത് 75.56 വോട്ടിംഗ് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത് അദ്ദേഹം മരിച്ചു. ഉമാ തോമസ് മത്സരിക്കുന്ന സമയത്ത് അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞു വന്ന് 65.7% ഉണ്ടായിരുന്നത്. അന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഭൂരിപക്ഷമായിരുന്നു ഉമാ തോമസിന് ഉണ്ടായിരുന്നത്. അപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് തുണക്കുന്നത് UDFിനെയാണ് എന്നുള്ളത് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് മുൻനിർത്തി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ വിശകലനങ്ങൾ നമ്മൾ ഡോക്ടർ ജിൻഡോ ജോൺ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കേൾക്കാം. ഇതിൽ ഞാൻ ഒരു കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 7 മണിക്ക് ശേഷം കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കാണുന്ന ഒരു വാർത്ത, പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് BJP 1ാം സ്ഥാനത്ത് വരും, UDF 3ാം സ്ഥാനത്ത് പോകും എന്നുകൂടി അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലായില്ല. എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും അവരുടെ അവകാശവാദം പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ മുഴുവൻ മുന്നണികളും ജയിക്കുമെന്നല്ലാതെ തോൽക്കുമെന്ന് പറയുന്ന ഒരാളെയും കാണുന്നില്ല. ഇതെല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും പാലക്കാട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ അപ്പോൾ അതുമായിട്ടേ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം ഇല്ല. ചില പഞ്ചായത്തുകളിൽ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മളുടെ പോളിംഗ് ഏജന്റുമാർക്ക് കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള ചലൻ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് കാര്യമായ വ്യത്യാസമില്ല. അത് ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായിട്ടുള്ള ഫൈനൽ അപ്ഡേഷനിൽ നമുക്കത് വ്യക്തമാകുന്നതുമാണ്. അത് അവിടെ നിൽക്കട്ടെ, ഇനി അതിനെക്കുറിച്ച് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇനി നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഒരു 3%-ാണ് ഇൻ ടോട്ടൽ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. ഈ പെർസെൻറ്റേജ് കുറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തോൽക്കുകയല്ല, വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലിന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, അതിൻ്റെ 3-4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിലൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ പുതുപ്പള്ളി ബൈ ഇലക്ഷൻ ഉമ്മൻചാണ്ടിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉമ്മൻചാണ്ടി 50 വർഷക്കാലം നിയമസഭ MLA ആയിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിൽ അവിടെ പുതുപ്പള്ളിയിൽ 78.01% പോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞ് നടന്ന ബൈ ഇലക്ഷൻ്റെ പോളിംഗ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അത് 72.91. ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം 36,000-ലധികമാണ്, 40,000-ൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നത് കൊണ്ട് UDFിനല്ല ദോഷം വരുന്നത്, ഒന്നാമത്തെ ഉദാഹരണം. 2, കാരണം അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ജെയ്സി തോമസ് വലിയ പോരാട്ടം നടത്തിയൊരു സ്ഥലമാണ്. ഇനി രണ്ടാമത്തത്, ഉമാ തോമസ് MLA ആകുന്നുണ്ടല്ലോ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ. തൃക്കാക്കര ബൈ ഇലക്ഷന് മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഭൂരിപക്ഷം 11,996 വോട്ടാണ്, അതായത് 12,000-ൽ താഴെ. അന്ന് നടന്ന പോളിംഗ് 75.56. പക്ഷേ ബൈ ഇലക്ഷനിൽ ഉമാ തോമസിന് 25,016 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആ ബൈ ഇലക്ഷന്റെ പോളിംഗ് ശതമാനം 68.75. ഈ 2 ബൈ ഇലക്ഷൻ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന 2 ബൈ ഇലക്ഷൻ മാത്രം ഞാൻ എടുത്തു വെച്ചുകൊണ്ട് പറയാം. ഇനിയിപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാലക്കാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നത് കൊണ്ട് UDFിന് ഒന്നും ആശങ്കപ്പെടാനില്ല, ഒരു സംശയവും ഞങ്ങൾക്കതിലില്ല. കാരണം അതിലൊരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ എല്ലാ വിഷയങ്ങളും ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന വിഷയങ്ങൾ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ, അത് എൻക്യാഷ് ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയത് ഒരേ ഒരു മുന്നണി UDF ആണ്. കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും മറ്റ് പല കാര്യത്തിലായാലും, കർഷകരോട് ചെയ്യുന്ന കൊടുംചതിയുടെ കാര്യത്തിലായാലും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 8 വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ജനകീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും അവർ സന്ദീപ് വാര്യർ വന്നതിനെ കുറിച്ച് വാർത്ത കൊടുക്കുന്നതൊക്കെ. 8.25 വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുക്കാൻ അവർക്ക് ശേഷിയില്ല. അവർ പാണക്കാട്ട് തങ്ങളെ ചീത്ത പറയുന്നു, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ആക്ഷേപിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തെരയാൻ പോകുന്നു, സ്പിരിറ്റ് കടത്തി, കള്ളപ്പണം കടത്തിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നൊക്കെ പറയുന്നു. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ എക്സൈസ് വകുപ്പ്, ഇവിടുത്തെ പോലീസും ആഭ്യന്തര വകുപ്പും പൂർണ്ണ പരാജയമാണെന്നുള്ളത് യാഥാർത്ഥ്യം വേറൊരു വശത്തുണ്ട്. അതൊക്കെ മറ്റൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഞാൻ അതിലേക്കൊന്നും കടക്കാതെ ഞാൻ പറയുന്നത്, ജനങ്ങൾ തീരുമാനിച്ചു. ആ ജനങ്ങൾ UDFിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച മുഴുവൻ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു രീതിയിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPMന് വേണ്ടി മാത്രം ചിഹ്നം കണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് ചിഹ്നം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ
പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് ഒരു വാക്ക് പോലും അവർക്ക് പറയാൻ പറ്റാത്ത ഗതികേടിൽ സഖാക്കന്മാർ പോളിംഗ് ബൂത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കേരള എല്ലാം കാര്യമായ വോട്ട് ഉയർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. സജീവത ഉണ്ടായിരുന്നു എന്നാണ് കാണുന്ന കാര്യം. ആരും മാറിയതായിട്ട് കാണുന്നില്ല. CPM ക്യാമ്പിനകത്തെല്ലാം നമ്മൾ കണ്ടത് വലിയ ആവേശമാണ്. സമീപകാലത്തെങ്ങും ഇല്ലാത്ത ഒരു പോരാട്ടം കണ്ടതാണ്. അവരവരുടെ സ്ഥാനാർത്ഥി കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കുന്നത് കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ഒരു വിഡ്രോവൽ മൂഡിലായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അതുപോലെ ഇന്നത്തെ കണക്ക് നോക്കിയാലും അവർക്ക് അവരുടെ പ്രതീക്ഷയുടെ സ്ഥലങ്ങളിലൊക്കെ നല്ല സജീവതയാണ്. ജിൻഡോ, അല്ല നിഷാദ്, എനിക്ക് അതിൽ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റിനോട് യാതൊരു എതിർപ്പുമില്ല. കാരണം അവരുടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് BJP-യിൽ ചർച്ച ചെയ്ത് സീറ്റ് കിട്ടാതെ CPM-ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ സീറ്റ് കൊടുത്ത് അവർ മത്സരിപ്പിച്ചത്. വിസിബിലിറ്റി ഉള്ള ഒരു CPM-കാരൻ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കോൺഗ്രസിൽ നിന്ന് വലിയ അല്ല നിഷാദ്, ഞാനത് പറയും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് AK ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ സഖാക്കന്മാരോട് കരഞ്ഞതെന്താ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയാൽ നമ്മുടെ ചിഹ്നത്തിന് പകരം എലിപ്പെട്ടി, ഈനാമ്പേച്ചി, മരപ്പെട്ടിയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടല്ലേ കേരളത്തിന് പുറത്ത് 3 MP-മാര്, മൊത്തം MP-മാര് 4 ഉള്ളൂ. അതിൽ 3 MP-മാര് കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളുമുള്ള ഇന്ത്യ മുന്നണിയുടെ വോട്ട് കൊണ്ടാണ് അവർക്ക് ജയിച്ചത്. കേരളത്തിൽ ഒരു MP മാത്രമേ അവർക്ക് ഉണ്ടായുള്ളൂ അല്ലേ? അപ്പൊ ചിഹ്നം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വലിയ വിലാപം ഉയർത്തിയ പാർട്ടിയുടെ നേതാക്കന്മാർ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റാത്ത അത്രത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പാർട്ടിക്ക് വിസിബിലിറ്റി ഉണ്ടാക്കാൻ കോൺഗ്രസിൽ നിന്ന് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം. 2, അവർ വലിയ ആവേശത്തിലായിരിക്കും. എല്ലാവരും ആവേശത്തിലല്ലേ? കോൺഗ്രസ് ക്യാമ്പ്, BJP ക്യാമ്പ്, CPM-ന്റെ ആളുകൾ എല്ലാവരും ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ആവേശം കെട്ടടങ്ങിക്കോളും. തൃക്കാക്കരയും അതുപോലെ പുതുപ്പള്ളിയിലും ബൈ ഇലക്ഷന്റെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ച ചരിത്രം ഞങ്ങളിവിടെ വെക്കുകയാണ്.